നിലമ്പൂർ എം.എൽ.എ ഭരണകക്ഷിയിൽപ്പെട്ട PV അൻവർ പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണം വലിയ ചർച്ചയാകുന്നതിനിടയിലാണ് ADGP ആയിരിക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരിക്കുന്ന MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആദ്യം RSS നേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം വരുന്നത്. ഇപ്പോൾ ആ ആരോപണം ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു നേതാവുമായി മാത്രമല്ല വേറൊരു നേതാവുമായി കൂടി ADGP കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തേക്ക് വന്നു. ദത്താത്രേയ ഹൊസബലയെയും റാം മാധവനെയും ADGP അജിത് കുമാർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഈ PV അൻവറിൻ്റെ ആക്ഷേപം ഉയർന്ന സമയത്ത് തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ വിവരം പുറത്തു വന്നതിന് ശേഷവും MR അജിത് കുമാറിനെതിരെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുകയോ മറ്റെന്തെങ്കിലും നടപടിയിലേക്ക് കടക്കുകയോ കടക്കാൻ സർക്കാർ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ADGPയെ സംരക്ഷിക്കുകയാണ് എന്നുള്ള ആക്ഷേപം വളരെ ശക്തമായിട്ടുണ്ട്. പ്രതിപക്ഷത്തിന് മാത്രമല്ല ഭരണമുന്നണിയിൽ തന്നെ CPI പരസ്യമായി അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു. CPMനുള്ളിലും അതൃപ്തി ഉണ്ട് എന്നുള്ളത് MV ഗോവിന്ദൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തവുമാണ്. എന്നിട്ടും MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് എന്ന ചോദ്യം വരുന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് MR അജിത് കുമാർ ഈ RSS നേതാക്കളെ കണ്ടത് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഈ വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നതൊപ്പം ഉള്ളത് MP പ്രശാന്താണ്, സീനിയർ ജേർണലിസ്റ്റ്. നമ്മൾ സംസാരിക്കുമ്പോഴേ എന്തുകൊണ്ടായിരിക്കും ഈ ADGPയെ ഇത്രത്തോളം സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനൊരു അലിഗേഷൻ വന്നിട്ട് അതിലൊരു ക്ലാരിഫിക്കേഷൻ പോലും നൽകേണ്ടതില്ല എന്ന് സർക്കാരിന് തോന്നുന്നത്? നടപടിയെടുക്കുന്നത് പോട്ടെ, അപ്പോൾ അന്വേഷണം അല്ലെങ്കിൽ അന്വേഷണ പ്രക്രിയ നടക്കുകയാണ്, അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമേ നടപടിയെടുക്കാൻ കഴിയൂ എന്നൊക്കെ പറയാം. പക്ഷേ അതുപോലും പുറമേക്ക് പറയേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, ഇത് ഒരു കേവലം ADGPയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രശ്നമായി ഇരിക്കില്ല. പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇത് ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി എന്തെങ്കിലും വിശദീകരണം കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കില്ല. അത് നിൽക്കാതിരിക്കാൻ കാരണം ഇത് ഒരു കേവലം ADGPയിലോ SP-യിലോ മാത്രം ഒതുങ്ങുന്നൊരു പ്രശ്നമല്ല എന്നുള്ളതുകൊണ്ടാണ്. ഇത് കുറച്ചു കാലമായിട്ട്, പിണറായി വിജയൻ്റെ സർക്കാർ അധികാരത്തിൽ വന്ന 2016 മുതൽ ഉയർന്നു വരുന്ന ഒരു ആരോപണമാണ് പോലീസിലെ RSS സ്വാധീനം എന്നുള്ളത്. അപ്പം RSS സ്വാധീനം എന്നുള്ളത് സാധാരണ പറയാറുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പോലീസിൽ സ്വാധീനം ഉണ്ടാകും. ചില ലീഗിനുണ്ടാവാം, CPMനുണ്ടാവാം, കോൺഗ്രസ്സിനുണ്ടാവാം. സാധാരണ ഒരു ആരോപണം വരുന്നത് ഭരണകക്ഷി പോലീസിൽ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. പണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്തൊക്കെ സെൽ ഭരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വളരെ വളരെ കൗതുകകരമായ ഒരു കാഴ്ച, ഭരണകക്ഷിയുടെ സ്വാധീനമല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് ഒരു ഭരണകക്ഷിയുടെ പ്രത്യയശാസ്ത്രത്തിന് നേരെ വിരുദ്ധമായ ഒരു സംഘടന പോലീസിൽ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ് ചർച്ചയ്ക്ക് വരുന്നത്. പക്ഷേ അങ്ങനെ ചർച്ച പോയേക്കാം എന്നുള്ള ഒരു ഭയം മുഖ്യമന്ത്രിയുടെ ഉള്ളിലുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട എന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും തീരില്ല. കാരണം ഇത് എത്രയോ കാലമായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ ഉയർത്തിക്കൊണ്ടിരുന്ന ചോദ്യമാണിത്. എന്താണ് പോലീസിൻ്റെ നയം എന്നുള്ളത്? കേരള പോലീസിൻ്റെ നയം കേരളത്തിലെ പോലീസ് നടപ്പിലാക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നയമല്ല എന്ന് പലപ്പോഴായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനം UAPA കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് സീതാറാം യെച്ചൂരി വളരെ വളരെ ഒരു അപ്സെറ്റായിരുന്നു. കാരണം UAPA എന്നുള്ളതിനെക്കുറിച്ചിട്ട് CPMന് അഖിലേന്ത്യാ തലത്തിലൊരു നിലപാടുണ്ട്, അത് ഭീകര നിയമമാണ് എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ UAPA നടപ്പിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതാണ് മുമ്പ്, ആരുടെ നയമാണ് നടപ്പിലാക്കുന്നത് എന്നുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. അത് BJPയുടെ നയമാണ്. BJPയാണ് പറയുന്നത് ഭീകരരെ നേരിടാൻ അങ്ങനെയുള്ള നിയമങ്ങൾ തന്നെ വേണം. രണ്ടാമതായി മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPMൻ്റെ മാത്രമല്ല എല്ലാ കമ്മ്യൂണിസ്റ്റുകാരുടെയും നിലപാട് എന്നുള്ളത് മാവോയിസത്തെ വെറും ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയി മാത്രം കാണാൻ പറ്റില്ല. അത് രാഷ്ട്രീയ പരിഹാരം കൂടി വേണം.
അതുകൊണ്ട് വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് നമ്മുടെ നയമല്ല എന്ന് പറയുന്നത്. പക്ഷേ BJP പറയുന്നത് ഈ മാവോയിസ്റ്റുകൾ രാജ്യദ്രോഹികളാണ്, അവരെ ഈ രീതിയിൽ മാത്രമേ നേരിടാൻ പറ്റൂ എന്നുള്ളത്. കേരളത്തിൽ നടപ്പിലാക്കിയത് ആ നിയമമാണ്. 5 വെടിവെപ്പിൽ ഏതാണ്ട് 9ഓളം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് എല്ലാവരും അറിയുന്ന കാര്യങ്ങളാണ്, ഒരുപക്ഷെ വളരെയധികം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ തീരെ ഒരുപക്ഷെ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരുപാട് ചെറിയ സംഭവങ്ങൾ, വളരെ ചെറിയ സംഭവങ്ങളാണെങ്കിലും കേരള പോലീസിലെ RSSൻ്റെ സ്വാധീനം ഒരു ADGPയിലോ ഒരു SP-യിലോ മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണം ഞങ്ങൾ നേരിട്ട് അനുഭവിച്ച ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ കാസർഗോഡ് 2016 സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി ഒരു ശരീഅത്ത് വിരുദ്ധ റാലി നടത്തി. അതിനവിടെ പോലീസ് കേസെടുത്തു. ആ കേസെടുക്കാൻ പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ വളരെ രസകരമാണ്. പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു എന്നതാണ്. അപ്പോൾ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി നിരന്തരമായിട്ട് പ്രധാനമന്ത്രി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിലെ പോലീസ് ഒരു മതസംഘടനയ്ക്കെതിരെ പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കുന്നത്. അപ്പോൾ ഇതൊരു കേരള പോലീസിൻ്റെ ഒരു നയരൂപീകരണത്തിൽ, സമീപനത്തിൽ ഈ BJP RSS നറേറ്റീവ് എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളതിന് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ നേരിട്ട് കണ്ട ഒരു പ്രശ്നമുണ്ട്. ഈ നിലമ്പൂർ വെടിവെപ്പ് സമയത്ത് അതിലെ ഈ വസ്തുത അന്വേഷണ സംഘം ഇവിടെ പടുക്ക ഫോറസ്റ്റ് ഓഫീസിലേക്ക് അവിടെ പോയിരുന്നു ഈ വസ്തുത അന്വേഷിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ അവരെ തടയാൻ വേണ്ടി ആൾക്കൂട്ടുണ്ടായിരുന്നു. അത് BJPയുടെ നേതൃത്വത്തിലാണ്. അവരവിടെ കേരള പോലീസിന് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ ബാനർ തൂക്കിയതിൻ്റെ അതിന് നേതൃത്വം കൊടുത്തത് യുവമോർച്ചയുടെ ഒരു സംസ്ഥാനത നേതാവാണ്. അവിടേക്ക് പോയ വാസു അടക്കമുള്ള ആളുകളെ തടഞ്ഞു നിർത്തിയത്, അങ്ങോട്ട് കയറ്റില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നമുണ്ടാക്കിയത് അറുമുഖൻ എന്ന പേരിലുള്ള അവിടുത്തെ ലോക്കൽ BJP നേതാവാണ്. അപ്പോൾ BJPയുടെയും കേരള പോലീസിൻ്റെയും നിലപാടുകൾ ഒന്നായി വരുന്നു എന്നുള്ളത് നിരവധി എക്സാമ്പിൾ നമ്മുടെ മുന്നിലുണ്ട്. അതിൻ്റെ തലേ ദിവസം ഈ വസ്തുത അന്വേഷണ സംഘം പോകുന്നതിൻ്റെ തലേ ദിവസം AYFൻ്റെ ഒരു മാർച്ച് ഉണ്ടായിരുന്നു. ആ AYFൻ്റെ മാർച്ച് തടയുകയും അതിനെതിരെ കേസെടുക്കുകയും ചെയ്തു. പക്ഷേ ഈ വസ്തുത അന്വേഷണ സംഘത്തെ തടഞ്ഞതിൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും പോലീസ് എടുത്തില്ല. അപ്പോൾ ഈ കുപ്പു ദേവരാജൻ്റെ മൃതശരീരം കൊണ്ടുവന്ന സമയത്ത് അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കുകയും ചെയ്തു. മനുഷ്യാവകാശ കമ്മീഷന് പോലീസ് കൊടുത്ത ഒരു വളരെ വിചിത്രമായ മറുപടി എന്ന് പറഞ്ഞാൽ, അവിടെ ഒരു ഭാഗത്ത് മാവോയിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും വേറൊരു സ്ഥലത്ത് ജനങ്ങളും സംഘടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ സംഘർഷ സാധ്യത ഉള്ളത് കൊണ്ടാണ് അങ്ങനെ നടപടിയെടുക്കേണ്ടി വന്നത്. അപ്പോൾ അപ്പുറത്തുള്ളത് മാവോയിസ്റ്റും ഇസ്ലാമിസ്റ്റും എന്ന് പറയുന്നതിൽ ഉണ്ടായിരുന്നത് CPIയുടെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ബിനോയ് വിശ്വമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പുറത്ത് BJPയുടെ കൊടിയും പിടിച്ച് അവിടെ റോഡ് ബ്ലോക്ക് ചെയ്ത ആളുകളെയാണ് പോലീസ് ജനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരെ റോഡ് ബ്ലോക്ക് ചെയ്ത BJPക്കാർക്കെതിരെ ഒരു കേസ് കൊടുത്തില്ല. അപ്പോൾ CPI അന്നെടുത്ത നിലപാട്, CPIയും AYFും ASFും ഒക്കെ എടുത്ത നിലപാടുണ്ട്. ഇത് പോലീസിന് എന്തോ തകരാറുണ്ട് എന്ന് അവർ അന്നേ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് തന്നെ AYFിനെ നേതാക്കൾ പറഞ്ഞു പോലീസിൻ്റെ ഈ നടപടി ശരിയല്ല. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനൻ രാജേന്ദ്രൻ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, ഇത് ഇടതുപക്ഷത്തിൻ്റെ നയമല്ല, ഈ ഏറ്റുമുട്ടൽ കൊലകളെ ഞങ്ങൾ ന്യായീകരിക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്നാണ് കാനം രാജേന്ദ്രൻ വരെ പറഞ്ഞു. ഇത് ഏറ്റുമുട്ടൽ മാത്രമല്ല, ഏറ്റുമുട്ടലിന് ഒരുപക്ഷെ എന്തെങ്കിലും രീതിയിൽ അവർക്ക് വ്യാഖ്യാനിച്ചേക്കാം. അതിന് തുടർന്നുണ്ടായ സംഭവങ്ങളിൽ ഈ നറേറ്റീവ് രൂപീകരിക്കുന്നത് RSS ആണെന്നുള്ളതാണ്. അപ്പം RSSൻ്റെ ഇതിന് നോർമലൈസ് ചെയ്യപ്പെടുകയും അത് സ്വാഭാവികമായിട്ടുള്ള അതിനെതിരെ ഉണ്ടാകുന്ന എല്ലാറ്റിനെയും രാജ്യദ്രോഹം എന്ന രീതിയിൽ ഇത് തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ 2016 നടന്ന സംഭവമാണിത്. അതിനുശേഷം നിരവധി സംഭവങ്ങളിൽ ഈ RSS. ഞാൻ ചോദിക്കുന്നത്, ഇത് മനസ്സിലാകാത്തൊരാളല്ലല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. CPMനൊരു പോളിസി ഉണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഇതറിയാത്തൊരാളല്ല മുഖ്യമന്ത്രി. അല്ലെങ്കിൽ ഭരണം നിയന്ത്രിക്കുന്നത് CPMൻ്റെ നയങ്ങളാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങളാണ് ഭരണത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവരുടെ നയം ഇതല്ല എന്ന് വ്യക്തമായി അറിയാം. ഞാൻ ചോദിക്കുന്നത്, ഇത് ഡെലിബറേറ്റായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണോ, അതോ സംസ്ഥാന സർക്കാരിന് ഇത് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് ഇതിന്മേൽ ഒരു നിയന്ത്രണവും ഇല്ലാത്തൊരവസ്ഥ
സ്വമേധയാ ഉണ്ടാവുന്നതാണ്. ഇതാണ് ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും ഒരുപക്ഷെ അത്ഭുതകരമായിട്ട് തോന്നുന്ന ഒരു കാര്യം. കാരണം ഒരു പ്രത്യയശാസ്ത്ര തലത്തിലും പ്രായോഗിക തലത്തിലും RSSുമായിട്ട് യാതൊരു രീതിയിലുള്ള കോംപ്രമൈസ് സാധ്യമല്ലാത്ത ഒരു ഘട്ടത്തിലാണ് CPM ഉള്ളത്. പക്ഷേ ഒരുപാട് എലിഗേഷൻ വരുന്നു. കേന്ദ്ര ഏജൻസികളെ കൊണ്ടുള്ള അന്വേഷണം നടക്കുന്നു, കേന്ദ്രവുമായിട്ടൊരു ഏറ്റുമുട്ടൽ എന്ന രീതിയിൽ ഭരണം കൊണ്ടുപോകാൻ പറ്റില്ല, അതിന് കുറച്ച് ഒരു മീഡിയേറ്റേഴ്സൊക്കെ വേണ്ടി വരുന്നു എന്നുള്ള തോന്നലുണ്ടാവുന്നു. ഇതൊക്കെ ആരോപണങ്ങളാണ്. ഇതൊന്നും തെളിയിക്കപ്പെട്ട കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ഇത് സംശയാതീതമായി പ്രൂവ് ചെയ്യപ്പെട്ട കാര്യങ്ങളുമല്ല. പക്ഷേ പിന്നെയും ബാക്കിയാവുന്ന സംശയം എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് അജിത് കുമാർ, നേരത്തെ ചോദിച്ച ചോദ്യം അതാണല്ലോ, എന്തിനാണ് അജിത് കുമാറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അതിൻ്റെ ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നടപടി പറ്റൂ. പക്ഷേ ഒരു ADGPയെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ഒരു ആവശ്യമില്ല. അപ്പോൾ ADGP ലോ ആൻഡ് ഓർഡർ എന്ന സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ കോസ്റ്റൽ പോലീസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ മാത്രം മതി. ഒരു അന്വേഷണം ആവശ്യമില്ല. പക്ഷെ അതുപോലും നടത്താൻ പിണറായി വിജയൻ തയ്യാറാവാത്തത് എന്തുകൊണ്ട്? ഒരുപക്ഷെ അൻവർ ഇപ്പോൾ നടത്തിയ നീക്കം ADGPക്കെതിരെ മാത്രമല്ല, അത് തനിക്കെതിരെയുള്ള നീക്കമാണ് എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ടായിരിക്കണം. ഒരുപക്ഷെ അതായിരിക്കണം ഇതിൻ്റെ പിന്നിൽ. അതായത് അൻവർ ഉന്നയിച്ചതിൻ്റെ ഒരു ആത്മാർത്ഥത, അല്ലെങ്കിൽ അൻവറിൻ്റെ പിന്നിലുള്ള ആൾക്കാരുടെ ഒരു അജണ്ട പിണറായി വിജയൻ മനസ്സിലാക്കുകയും ഇത് ADGPക്കോ SPക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ശശിക്കോ മാത്രമുള്ള എതിരെയുള്ളൊരു നീക്കം മാത്രമല്ല, ഇത് എനിക്കെതിരെയുള്ള നീക്കമാണ്, ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ടായിരിക്കാം പിണറായി വിജയൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. തീരുമാനമായി എന്തായാലും ഒരുപക്ഷെ ഈ അജിത് കുമാറിനെ ആ സ്ഥാനത്ത് വച്ചിരിക്കാൻ ഇനി ഒരുപക്ഷെ 1-2 ദിവസത്തുള്ള നടക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയേറെ വഷളായി കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്നുള്ള. ഞാൻ ചോദിക്കുന്നത്, ഇത് വ്യക്തി എന്നുള്ള നിലയിലുള്ള താല്പര്യങ്ങൾ ആരോപിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മേൽ. ഇപ്പോൾ ലാവ്ലിൻ കേസ്, മകൾക്കെതിരായ അന്വേഷണം, ഇങ്ങനെ പല ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഡീലുകളൊക്കെ എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ. ഇതൊക്കെ ആക്ഷേപങ്ങളാണ്. പക്ഷേ ഈ മകളുടെ കേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ADGP പോയി RSS നേതാക്കളെ കണ്ട് ഏതാണ്ട് 1 വർഷം കഴിയുമ്പോഴാണ് SFIയുടെ അന്വേഷണം വരുന്നത്. ED കേസെടുക്കുന്നതും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം വരുന്നതും ഏതാണ്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ്. ആ അന്വേഷണം ഇപ്പോഴും നടക്കുന്നുമുണ്ട്. അതിൻ്റെ ലേറ്റസ്റ്റായിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും നമ്മുടെ മുമ്പിലില്ല എന്നുള്ളതേ ഉള്ളൂ. ലാവ്ലിൻ കേസാണെങ്കിൽ ഇത് കൂടിക്കാഴ്ച നടക്കുന്നതിന് മുമ്പേ തന്നെ പലതവണ കോടതിയിൽ മാറ്റിവെക്കപ്പെട്ടതാണ്. CBI ആവശ്യപ്പെട്ടത് പ്രകാരവും മറ്റ് അലിഗേറ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരവും ഒക്കെ അതിന് മുമ്പേ തന്നെ മാറ്റിവെക്കപ്പെട്ടതാണ്. അപ്പോൾ ഇത് വ്യക്തിപരമായ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയാണോ, അതോ ഞാൻ ചോദിക്കുന്നത് അതിനേക്കാൾ അപ്പുറത്തുള്ള ചില കോംപ്രമൈസുകൾ കേന്ദ്ര സർക്കാരുമായിട്ട് വേണ്ടി വരുന്നു എന്നുള്ളൊരു തോന്നലിൻ്റെ ഭാഗമായിട്ടാണ്? ഇപ്പോൾ VD സതീശൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ഇദ്ദേഹം പോയതെന്നുള്ളത്. അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അപ്പോൾ കേരള പോലീസിലെ നല്ലൊരു ശതമാനം ആളുകളും പ്രത്യേകിച്ച് IPS റാങ്കിലുള്ള ആളുകൾ RSSൻ്റെ ആരാധകരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അജിത് കുമാർ ഇദ്ദേഹത്തെ ഒസബാളയോ അല്ലെങ്കിൽ റാം മാധവിനെ കണ്ടത് ഏതെങ്കിലും ഡീൽ ഉറപ്പിക്കുന്നതിനോ ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള ഡീൽ വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ ഒരു അതിവായനയാണ്. പക്ഷേ പ്രതിപക്ഷത്തിൽ എങ്ങനെ പറയാം, അതിൻ്റെ രാഷ്ട്രീയമായ ഒരു പക്ഷേ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് പറയാം. അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഒരു ADGP അയച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ഡീല് മാത്രം ഒരു സ്റ്റേച്ചറുള്ള നേതാവല്ല പിണറായി വിജയൻ. അതിന് വേണമെങ്കിൽ വേറെ വഴികളിലൂടെയൊക്കെ തന്നെ RSSുമായിട്ട് ആലോചിക്കാനും ഒക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഇതുണ്ടാവുമ്പോൾ ഈ ആരോപണങ്ങൾക്ക് ശക്തി വരികയാണ് ചെയ്തത്. ഇത് കൂടുതൽ കരിനിഴൽ ഇദ്ദേഹത്തിൻ്റെ മുകളിൽ വീഴുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകുന്നു, ഇതിൻ്റെ പേരിലാണോ അവരങ്ങനെ ആലോചിക്കില്ല. ഇപ്പോൾ ഒരു ADGPയെ അയച്ചിട്ട് ഒരു മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ CPMനെ പോലുള്ള പാർട്ടിക്ക് ഇവരെ ഇങ്ങനെ ഒരു ഡീലുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു റാഷണൽ തിങ്കിങ്ങിനൊന്നും ആൾക്കാർ പോയില്ല. പെട്ടെന്ന്
ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു മകൾക്കെതിരെ അന്വേഷണം വരുന്നു, ഇപ്പുറത്ത് RSS നേതാവിനെ പോയി കാണി, രണ്ടും ആൾക്കാർ കൂട്ടി വായിക്കുകയും ഇത് രണ്ടും തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്ന സംശയം ഉണ്ടാവുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞ കാര്യം ഇത് ഇത്തരം ഒന്നോ രണ്ടോ പ്രശ്നങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പ്രശ്നമല്ല. അല്ല, ഇത് പറയുമ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടി വരും. ഇപ്പോൾ പറയുന്ന പോലീസിലെ RSS വൽക്കരണം എന്ന് പറയുന്നതിന്, അതുപോലെ ഇത്തരം ഉദ്യോഗസ്ഥരുടെ ഈ നേതാക്കളുമായിട്ടുള്ള പ്രത്യക്ഷത്തിലുള്ള ബന്ധമോ അല്ലെങ്കിൽ പരോക്ഷമായിട്ടുള്ള ബന്ധമോ അല്ലെങ്കിൽ ഈ RSSൻ്റെ ഐഡിയോളജിയോട്ടുള്ള അവരുടെ കമ്മിറ്റ്മെൻറ്റോ അതൊരു പൊളിറ്റിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഇത് നടക്കുന്നുണ്ട് എങ്കിൽ അതിന് തടയിടുക എന്നുള്ളൊരു ഉത്തരവാദിത്തം CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ മുഖ്യമന്ത്രിക്കില്ലേ? തീർച്ചയായും അത് മുഖ്യമന്ത്രി ലെവലിൽ നടത്തണം, വേറെ ലെവലിൽ പാർട്ടിയും നടത്തണം. പാർട്ടി നേതാക്കന്മാരോട് ചോദിക്കും RSS ഒരു വലിയ സംഘടനയാണ് എന്ന് പറയുന്നത് എന്ത് രീതിയിലുള്ള മെസ്സേജാണ് കൊടുക്കുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ കേരളത്തെ RSS അല്ലെങ്കിൽ BJPക്ക് രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ കീഴടക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ബോധമുണ്ട്. പക്ഷേ അതിനെ വേറൊരു രീതി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഗവർണർ രീതി. മറ്റൊന്നാണ് IPS ഓഫീസർമാരെ ഉപയോഗിച്ചിട്ടുള്ള രീതി. ഈ IPS ഓഫീസർമാരിൽ നല്ലൊരു ശതമാനവും ഈ മോദി ഭക്തന്മാരാണ്. അവർ രാഷ്ട്രീയമായിട്ട് RSSുമായിട്ട് ദൈനംദിനം ബന്ധപ്പെടുന്നില്ലെങ്കിലും മോദി എന്ന വിഗ്രഹത്തോട് അവർക്കൊക്കെ വലിയൊരു ആരാധനയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അജണ്ട, അതായത് BJPയുടെ രാഷ്ട്രീയ അജണ്ട, RSSൻ്റെ അജണ്ട കേരളത്തിലെ ഗവർണറിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു, IPS ഓഫീസർമാരിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നാണല്ലോ പൂരത്തെക്കുറിച്ചുള്ള സംശയം. അതൊരു രാഷ്ട്രീയ അജണ്ട പോലീസിലൂടെ നടപ്പിലാക്കി എന്നുള്ളതാണ്. ആ രീതി വേറൊരു രീതിയിൽ അവർ ഗവർണറിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇതിനെ പ്രതിരോധിക്കുക ഇല്ലെങ്കിൽ പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടി, ഈ ഗവൺമെൻറ് എന്നുള്ളത് അതിൻ്റെ സാങ്കത്യം തന്നെ പ്രശ്നമാകുന്നില്ല. അപ്പം ഞങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധരാണ്, സംഘപരിവാര രാഷ്ട്രീയത്തിനെതിരാണ് എന്ന് പറയുകയും വളരെ നിസ്സഹായരായി ഈ നോക്കി നിൽക്കുകയും ചെയ്യുന്നത്, സംഘപരിവാറിൻ്റെ സ്വാധീനം ഇങ്ങനെ അരിച്ചരിച്ച് ഇറങ്ങി വരുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ദൗർഭാഗ്യകരമായിട്ട് പറയുമ്പോഴേ ഇപ്പോൾ ഈ നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പായാലും അതിനു മുമ്പുള്ള രാഷ്ട്രീയ സാഹചര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങളെയും നിയമങ്ങളെയും നിയമ ഭേദഗതികളെയും ഒക്കെ വളരെ ശക്തമായിട്ട് പബ്ലിക്കായിട്ട് എതിർക്കുകയും ആ തുടക്കം മുതൽ തന്നെ മറ്റ് പാർട്ടികൾ രംഗത്ത് വരുന്നതിന് മുന്നേ രംഗത്ത് വരികയും വളരെ വളരെ കൃത്യമായ നിലപാടെടുക്കുകയും ചെയ്തൊരു പൊളിറ്റിക്കൽ സംവിധാനം ഉണ്ടല്ലോ ഇവിടെ. ആ സംവിധാനം അവിടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പുറത്ത് ഈ പറയുന്ന പോലീസിങ്ങിൽ ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ യോജിച്ചുമില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്, ഇത് എന്തുകൊണ്ട് ഇതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടല്ലോ. ഒന്നുമില്ലെങ്കിൽ വ്യക്തിപരമായ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ പാർട്ടിയുടെ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ഇനി ഭരണത്തിൻ്റെ പ്രയാസങ്ങൾ മറികടക്കാനുള്ള കോംപ്രമൈസ്, ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ ഇല്ലാതെ ഇത് സംഭവിക്കില്ലല്ലോ. നേരത്തെ പറഞ്ഞത് ഈ CPM രാഷ്ട്രീയമായി ഏറ്റെടുത്ത പ്രശ്നങ്ങൾ, ഇപ്പോൾ പലസ്തീൻ ഇഷ്യൂ അല്ലെങ്കിൽ കോമൺ സിവിൽ കോഡ്, അത്തരം പ്രശ്നങ്ങളിലൊക്കെ വളരെ ഒരു നിലപാട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ആ നിലപാടിൻ്റെ പൊള്ളത്തരം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് മനസ്സിലായി എന്നതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ഒരു പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പലസ്തീൻ ഇഷ്യൂ ഒരു CPM-ൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒക്കെ ഒരു അജണ്ടയുണ്ട്, അല്ലെങ്കിൽ ഒരു നിലപാടുണ്ട്. അതിന് ഒരു നിലപാടെടുക്കുന്നു, ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു, അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ആ പരിപാടിയിൽ എന്തിന് ലീഗിനെ ക്ഷണിക്കുന്നു? അപ്പോഴാണ് ഇമ്മീഡിയറ്റ് പൊളിറ്റിക്കൽ അജണ്ടയാണ് എന്നുള്ളത്. അതായത് ഗവൺമെൻറ് ഒരു 5 വർഷം കൂടി നീട്ടിക്കിട്ടാൻ വേണ്ടിയുള്ള ഒരു വളരെ ഫ്രാൻറ്റിക് ആയിട്ടുള്ള ഒരു എഫേർട്ടായിരുന്നു അത്. അത് യഥാർത്ഥത്തിൽ പൊളിറ്റിക്സ് ആണെങ്കിൽ കൂടിയും ഇമ്മീഡിയറ്റ് പൊളിറ്റിക്സ് ആയിരുന്നു അവരെ നയിച്ചിരുന്നത് എന്നൊരു സംശയം ഉണ്ടാകും. അപ്പോൾ അതെല്ലാ കാര്യങ്ങളിലും ഈ CPM എടുത്ത ഈ പ്രോ മുസ്ലിം എന്ന് പറയുന്ന നിലപാടുകളുടെ ആത്മാർത്ഥതയെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇപ്പം ഈ RSS നെറേറ്റീവ് എന്ന സാധനം വളരെ കൃത്യമായിട്ട് CPM അണികളിലേക്ക് ഇങ്ങനെ അരിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കാഫർ സ്ക്രീൻഷോട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ
ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണം ജമാഅത്തെ ഇസ്ലാമി SDP ആണ് CPI നേതാക്കന്മാർക്ക് പറയേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഈ ഇടതുപക്ഷ നിലപാട്, ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ നിലപാട് എന്നുള്ളത് അത്രയും അഗാധമായി സ്കിൻ ഡീപ്പ് എന്ന് പറയല്ല, തൊലിപ്പുറത്ത് മാത്രമുള്ള നിലപാടായിരുന്നു എന്നും ഇപ്പുറത്ത് കടന്നു വരുന്ന ഈ സംഘപരിവാറിൻ്റെ ഐഡിയോളജി തങ്ങളുടെ കാഡേഴ്സിനിടയിൽ തന്നെ ഇറങ്ങി വരുന്നത് CPM കാണാതിരിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നിസ്സഹായാവസ്ഥയിലാണ് CPM എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ നമ്മുടെ ഈ പ്രശ്നം വന്നതിന് ശേഷം ഒരു CPM നേതാവും ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി മാത്രമല്ല, ഞങ്ങൾ അന്വേഷിക്കുന്നു, അന്വേഷിച്ചതിന് ശേഷം അഭിപ്രായം പറയാം. RSSുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് CPMന് അഭിപ്രായം പറയണമെങ്കിൽ എന്തിനാണ് ഇത്ര സമയം എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ വളരെ കൃത്യമായിട്ട് അവർക്ക് പറയാമായിരുന്നു, ഇത് RSS ബന്ധമുള്ള ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ അവിടെ കീ പോസ്റ്റിൽ നിലനിർത്തുന്നില്ല എന്നുള്ളത്. മറ്റേതിപ്പോൾ മാറ്റാൻ പറ്റുന്നപ്പോൾ ഇതൊരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ പറ്റില്ല. ഒരു ADGP ഒരു RSS നേതാവിനെ കണ്ടു എന്നുള്ളതിൽ ഈ ഒരു എന്താ പറയുക, ഈ ഇതിൻ്റെ ഉള്ളിൽ പോലീസിൻ്റെ ഉള്ളിൽ നിന്ന് നടപടിയൊന്നും സാധ്യമല്ലല്ലോ. ഇത് ഒരു RSS ഒരു നിരോധിത സംഘടനയല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ലീഗലായിട്ടുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോയി കാണുന്നു എന്നുള്ളത് CPMനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉദാഹരണം എടുത്ത് നോക്കും, ഇപ്പോൾ ഒരു UDF ആണ് അധികാരത്തിലിരിക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്, എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് നോക്കുക. അപ്പം വളരെ വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ്, അല്ലെങ്കിൽ നിസ്സഹായാവസ്ഥയിലാണ് CPM എന്നുള്ളത് അവരുടെ അണികളുടെ ഈ സോഷ്യൽ മീഡിയ റിയാക്ഷനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവർക്ക് പറയുമ്പോഴേ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ CPMന് ഈ കാര്യത്തിലൊരു സ്റ്റാൻഡ് എടുക്കേണ്ടി വരും. ഇപ്പോൾ ഇതുവരെ ഇങ്ങനെ അന്വേഷിക്കട്ടെ, സർക്കാരാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്, നമ്മൾക്കതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ട്, സർക്കാർ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എന്തായാലും ഇതിൽ CPMന് ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വരും അധികം വൈകാതെ. മുഖ്യമന്ത്രിക്കാണെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ഇത് വളരെ എവിഡൻ്റാണ്, രണ്ടു കൂട്ടരെ സംബന്ധിച്ചും വളരെ എവിഡൻ്റാണ്. അപ്പോൾ പിന്നെ ഇതിങ്ങനെ വൈകിപ്പിക്കുന്നതുകൊണ്ട് എന്ത് ഫലമാണുള്ളത്? ഇത് ഉണ്ടാക്കുന്ന ഡാമേജിനെ കുറിച്ച് അവരുടെ ഒരു പൊളിറ്റിക്കൽ പൊസിഷനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൗർബല്യത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ പിന്നെ ഇത് എന്തിനാണ് ഇതിങ്ങനെ വൈകിപ്പിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇല്ലേ? അല്ല, കഴിയുന്നത്ര ഡാമേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ്, സ്വയം ഉണ്ടാക്കുക എന്നുള്ളത്. ഇതിലിപ്പോൾ അൾട്ടിമേറ്റ്ലി എന്തെങ്കിലും നടപടി എടുത്തേ പറ്റൂ. അപ്പം CPI വളരെ ശക്തമായിട്ട് നിലപാടെടുക്കും. CPMൻ്റെ അകത്ത് തന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഓഫീസറെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന ചോദ്യം അണികൾക്കിടയിലുണ്ട്. സമ്മേളനകാലമാണ്, CPMൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ആ സമയത്ത് ഈ ചോദ്യങ്ങളുണ്ടാവുമല്ലോ. ഇതിനൊക്കെ ഇത്രയൊക്കെ വൈകിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇത് കൃത്യമായിട്ട് ആ ദിവസം തന്നെ മുഖ്യമന്ത്രി വരികയും അഭിപ്രായം പറയുകയും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നീക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരളവോളം ഈ ചർച്ച ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ ഒഴിവാകില്ല. വേറൊരു പ്രശ്നം വരും. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അടിസ്ഥാനപരമായിട്ട് പോലീസിലുണ്ടായിട്ടുള്ള RSS വൽക്കരണത്തിൻ്റെ പ്രതിഫലനങ്ങൾ മാത്രമാണ്. ഇതൊന്ന് വന്നു, നാളെ വേറെ വരും. കാരണം ഇതൊരു കോസ്മെറ്റിക് ചേഞ്ച് വരുത്തിയിട്ട് അവർക്ക് പരിഹരിക്കാമായിരുന്നു. പക്ഷേ അത് അങ്ങനെ പരിഹരിക്കാൻ പറ്റില്ല. കാരണം അടിത്തട്ടിൽ തന്നെ ഈ സ്വാധീനം വളരെ ശക്തമായ രീതിയിൽ അടിത്തട്ടിൽ തന്നെ വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് പറയുമ്പോഴേ നമ്മളിപ്പോൾ എന്താ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്? അതായത് ഈ DGPയെ മാറ്റുക, അല്ലെങ്കിൽ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക എന്നതിനപ്പുറം ഒരു പോളിസി റീവാമ്പ് ഇല്ലാതെ, പോലീസ് നയം കാതലായ അഴിച്ചു പണിയാതെ, അത് അഴിച്ചു പണിതു അല്ലെങ്കിൽ പോലീസ് നയം മാറുകയാണ് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാതെ ഇത് CPM അണികളെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല, പൊതുജനത്തിനോട് സംസാരിക്കാനും സാധിക്കില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. ഇതാണ് പാർട്ടി സമ്മേളന കാലമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഈ നയങ്ങളിലുള്ള വിയോജിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായ ഒരു ചേരിതിരിവിൻ്റെ കൂടെ ഭാഗമാണോ? അതായത് പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും പാർട്ടി നയങ്ങൾക്കനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത് എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടി ഉണ്ടോ ഇതിൽ? അല്ല, അങ്ങനെ അതിൽ ഇത് എന്താണ് പാർട്ടി നയം എന്നുള്ള ചോദ്യം വരുമല്ലോ. എന്താണ് പോലീസിനെ കുറിച്ചുള്ള നയം? പണ്ടൊരു പോലീസ് DGP, ഏത് DGP ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പോലീസ് നയമൊന്നുമില്ല, പോലീസിന് നയം എന്ന് പറഞ്ഞാൽ IPC ആണ്.
അങ്ങനെ മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കനുസരിച്ച് പോലീസിൽ അങ്ങനെ നയം മാറുകയൊന്നുമില്ല. അതാണ് പോലീസിൻ്റെ ഒരു നിലപാട്. പക്ഷേ CPM-നോ അല്ലെങ്കിൽ മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികൾക്കോ അങ്ങനെ ഒരു നയം, അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റില്ല. ഒരു പോലീസ് നയം എന്നുള്ള നയമുണ്ട്. അത് എന്താണ്? CPM-ൻ്റെ നയം എന്താണ്? ഭരണകൂടത്തിൻ്റെ മർദ്ദനോപാധിയായിട്ട് പോലീസിനെ നിലനിർത്തി പോലീസ് മാറാൻ പാടില്ല എന്നുള്ളതാണ് പൊതുവെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരുടെയും നിലപാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എങ്ങനെയാണ് അതൊരു പ്രോ പീപ്പിൾ പോളിസി ആയിട്ട് ഇത് മാറേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ മാറ്റും? ഇതൊരു ഒരു അടിസ്ഥാനപരമായ പ്രശ്നമാണ്. ഇത് പോലീസ് എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ മർദ്ദന ഉപകരണമാണെന്ന് പറയുമ്പോഴും, പിന്നെ പോലീസ് ആഭിമുഖ്യമുള്ള പോലീസ്, ജനമൈത്രി പോലീസാണെന്ന് വരുമ്പോഴും ഈ ഒരു സംഘർഷമുണ്ട്. മറ്റ് പാർട്ടികൾക്ക് ആ പ്രശ്നമില്ല. മറ്റ് പാർട്ടികൾക്ക് ഈ സൈദ്ധാന്തിക ബാഗേജില്ല, സൈദ്ധാന്തിക ഭാരമില്ലാത്തതുകൊണ്ട് അവരെങ്ങനെയാണ് പോലീസ് പറയുന്നത് അതുപോലെ തന്നെ ഓരോ കാലത്തുമുള്ള ആളുകളുടെ വിംസ് ആൻഡ് ഫാൻസിക്ക് അനുസരിച്ച് പോലീസ് പോകുന്നു. പക്ഷേ ഇടതുപക്ഷ പാർട്ടികൾക്ക്, പ്രത്യേകിച്ചിട്ട് CPM-ന് അല്ലെങ്കിൽ CPI-ക്ക് ഒരു പോലീസിനെ എങ്ങനെയാണ് പോലീസ് ഉണ്ടാവണം എന്നുള്ള നയമുണ്ട്. ആ നയം എന്താണെന്നുള്ള വ്യക്തമാക്കണമല്ലോ. അതിൽ നിന്ന് അങ്ങനെ വ്യക്തമാക്കിയാലാണ് ഈ നയവ്യതിയാനമുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിൻ്റെ പോലീസ് നയമല്ല കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ എവിഡൻ്റ് ആണല്ലോ. ഇത്തരം കാര്യങ്ങളിൽ CPM-ന് നയമുണ്ടായിരിക്കുകയും പോലീസ് ആ നയത്തിന് വിപരീതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് CPM എതിരാണോ? പാർട്ടി എതിരാണോ? പാർട്ടി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുന്നത് ഞങ്ങളുടെ നയമല്ല എന്ന് CPI ഒഴിച്ച് വേറൊരു പാർട്ടിയും പറഞ്ഞിട്ടില്ല. UAPA എന്നുള്ളത് ഞങ്ങളുടെ നയമല്ല എന്ന് ഒരു പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടില്ല. അപ്പോഴെങ്ങനെയാണ് ഇത് പിണറായി പാർട്ടി പറഞ്ഞിട്ടില്ല? കേരളത്തിൽ പാർട്ടിയെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. അങ്ങനെ അപ്പോഴെങ്ങനെയാണ് പിണറായി വിജയനോട് ചോദിക്കുക നിങ്ങളെങ്ങനെ മാറി? ആ സമയത്തല്ലേ പറയേണ്ടത്. അപ്പോൾ UAPA കുറിച്ച് നിലപാട്, ഞങ്ങൾക്കൊരു നിലപാടുണ്ട്, പന്തീരാങ്കാവ് കേസിൽ പോലീസ് UAPA എടുത്ത് ശരിയായില്ല എന്ന് ആദ്യഘട്ടത്തിൽ പാർട്ടി ഇങ്ങനെ ചെറിയൊരു സംസാരം ഉണ്ടായിരുന്നു. പക്ഷേ പിണറായി വിജയൻ വന്ന് അത് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ പാർട്ടി മാറി. അപ്പോൾ ആദ്യത്തെ വെടിവെപ്പുണ്ടായ സമയത്ത് ചില പ്രശ്നങ്ങളുണ്ടായി, ഇത് നമ്മുടെ നയമാണോ എന്ന്. പിന്നെ തുടരെ വെടിവെപ്പുണ്ടായപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ആരും ഇല്ലാതായി. CPI പോലും ഏറ്റവും അവസാനത്തെ ഏറ്റുമുട്ടൽ കൊലയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ തിരുത്താത്ത ഒരു പാർട്ടി പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഇതൊക്കെ തിരുത്തണം എന്ന് പറയുമ്പോൾ അതിലൊരു അസ്വാഭാവികതയുണ്ടല്ലോ. അപ്പോൾ ഈ നയവും ഈ പോലീസും ഇതേപോലെ തന്നെ പോകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. ഇതൊരു മാറ്റത്തിന് ഉണ്ടാവണമെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന ബോധം ഉണ്ടാവണമല്ലോ. അപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അങ്ങനെ ഒരു ബോധ്യമില്ല, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് അദ്ദേഹത്തിന് ആ ബോധ്യമില്ല. ആ ബോധ്യം ഇല്ലാത്തടത്തോളം കാലം ഒരു വ്യക്തി ADGP ഒരു RSS നേതാവിനെ കണ്ടതിൽ എന്താണ് തെറ്റ് എന്ന് അദ്ദേഹം ഇങ്ങോട്ട് CPM നേതാക്കാർ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ പിന്നെ എന്താണ് തിരുത്താനുള്ളത്? ഒരു തെറ്റും ചെയ്യുന്നില്ലല്ലോ, പിന്നെ തിരുത്തേണ്ട ആവശ്യമില്ലല്ലോ. രാജ്യത്തെ വലിയ ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന വലിയ പ്രസ്ഥാനമാണ് RSS എന്ന് പറയുന്ന സംസ്ഥാന കമ്മിറ്റി അംഗമുള്ള പാർട്ടിയാണ്. അദ്ദേഹം സ്പീക്കറാണെങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയം ഇതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ടി വലിയ തിരുത്തലുകൾക്ക് ഇപ്പോൾ തൽക്കാലം മുതിരും എന്ന് പ്രതീക്ഷിക്കാൻ മാർഗമില്ല. അതിൻ്റെ സൂചനകൾ കാണുന്നില്ല. അതാണ് ഇപ്പം നമ്മൾ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അതിനൊരു സൂചന ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഒരു RSSകാരനെ പോയി കണ്ടതിൽ പുറത്ത് പ്രതിപക്ഷവും മാധ്യമങ്ങളും പ്രശ്നം ഉണ്ടാക്കുന്നു എന്നല്ലാതെ പാർട്ടി അതിലെന്തെങ്കിലും തെറ്റുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടില്ല. കാരണം അത് പ്രത്യേകിച്ച് ആദ്യ ദിവസം തന്നെ ഗോവിന്ദമ്മയോട് ചോദിച്ചപ്പോൾ അതിനെന്താണെന്നാണ് ചോദിച്ചത്. അപ്പം അതിനെന്താണെന്ന് ചോദിച്ചാൽ പിന്നെ മറുപടിയില്ല. പിന്നെ അതിൽ മറുപടി ഇല്ലല്ലോ. അതിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല എന്ന് പറയും. അത്രയല്ലേ പറയാൻ പറ്റും. റൈറ്റ്. എന്തായാലും ADGP MR അജിത് കുമാർ RSS നേതാക്കളെ പോയി കണ്ടതിനപ്പുറത്ത് സംസ്ഥാന പോലീസിൽ സംഘപരിവാറിൻ്റെ സ്വാധീനം വർദ്ധിക്കുന്നു എന്നുള്ള വസ്തുത അവിടെ ഉണ്ട്. അതിന് പല തെളിവുകൾ നമ്മളുടെ മുമ്പിലേക്ക് വരുന്നുമുണ്ട്. കേന്ദ്ര ഭരണകൂടത്തിൻ്റെ സ്വാധീനവും അതിനോടൊപ്പം തന്നെ സംഘപരിവാരത്തിൻ്റെ സ്വാധീനവും സംസ്ഥാന പോലീസിൽ വർദ്ധിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുകയും അത് തിരുത്തുകയും ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാണ് സംസ്ഥാനം ഭരിക്കുന്ന ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്ന പാർട്ടിക്കും
അതിൻ്റെ നേതാക്കൾക്കും ഉള്ളത്.